ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. ഇന്ന് നമ്മൾക്ക് കജ്ജിക ചെയ്താലോ? അതിനായിട്ടൊരു മിക്സി ജാർ എടുക്കുന്നു. അതിലേക്ക് കുറച്ച് ഉണക്കത്തേങ്ങ, അതുപോലൊരു 4 ഏലയ്ക്ക എല്ലാം കൂടെ നമ്മൾ ഒരു പൊടിയായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, പൊടിച്ച പൊടികൾ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ വലിയൊരു ബൗൾ എടുത്തിട്ട് ചെറിയ 2 കപ്പ് ബൗളിൽ മൈദ എടുത്ത് ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ പകുതിയായിട്ട് കുറച്ച് റവ കൂടി ഇട്ടിട്ട് ഉപ്പിട്ട് വെള്ളമൊഴിച്ച് ഒരു കുറച്ച് കട്ടിയായിട്ട് തന്നെ നമ്മളത് മാവ് കുഴച്ച് വെക്കണം. ചപ്പാത്തിയെക്കാട്ടിയും കുറച്ചുകൂടെ കട്ടിയായിട്ട്. എന്നിട്ട് നമ്മൾ ആ മാവോടെ മാറ്റി വെച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരുന്നായ പൊടികൾ എല്ലാം എടുത്ത് പാത്രത്തിലേക്ക് ഇടുന്നു. അതിന് ശേഷം അതിലേക്ക് ഞങ്ങൾ കുറച്ച് നെയ്യ് ഇട്ടിട്ട് വറുത്ത് വെച്ചിരുന്ന റവയും ഇട്ടു. അതുപോലെ നമ്മൾക്ക് ആവശ്യത്തിനനുസൃതമായ പഞ്ചസാര കൂടി ഇട്ട്, വേണമെങ്കിൽ നമ്മൾക്ക് കപ്പലണ്ടി കൂടെ വറുത്ത് പൊടിച്ചിട്ട് ഇതിനകത്ത് ചേർക്കാം. വേണമെങ്കിൽ നല്ല ടേസ്റ്റായിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ആ കുഴച്ച് വെച്ചിരുന്ന മാവ് ചപ്പാത്തിയുടെ കൂട്ട് പരത്തിയിട്ട് കജ്ജിക ചെയ്യുന്നതിന് അച്ചുണ്ട്, ആ അച്ചിലേക്ക് വെച്ചിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ആ പൊടികളും കൂടി ഇട്ടിട്ട് അച്ചിങ്ങനെ മടക്കുമ്പോൾ നമ്മൾ നോക്കിയേ, ഇതുപോലെ ഞാൻ വീഡിയോ കറക്റ്റായിട്ട് പിടിച്ചില്ലെന്നാണ് തോന്നുന്നത് ഫ്രണ്ട്സ്, ഇത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. കണ്ടില്ലേ, ഇതേപോലെ നല്ല ഷേപ്പായിട്ട് കണ്ടോ, ഇതേപോലെ വരും ഫ്രണ്ട്സ്. നല്ല രസമാണ് അത് കാണാൻ തന്നെ. നമ്മൾ മൈദയുടെ കൂടെ റവ കൂടി ഇടുമ്പം അത് ഫ്രൈ ചെയ്തെടുക്കും, നല്ല ക്രിപ്സി ആയിട്ടുണ്ടാവും. അത് കഴിക്കാനും അതിങ്ങനെ ഉടയ്ക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് വരും, നല്ല രസമാണ് അത് കഴിക്കാൻ തന്നെ. ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്നതാണ് ഇവിടെ എല്ലാവരും. ഇത് ഉത്സവങ്ങൾക്കും അതുപോലെ വിശേഷങ്ങൾക്കൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നൊരു പലഹാരമാണ് ഈ കജ്ജിക എന്ന് പറയുന്ന ഈ പലഹാരം. നിങ്ങൾക്ക് ഇതിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ്, സപ്പോർട്ട് ചെയ്യ്, കമൻറ്റ് ചെയ്യ് ഫ്രണ്ട്സ്. താങ്ക് യു.